ആച്ചി, കുറച്ച് ദിവസം കഴിയുമ്പോൾ ചേച്ചി വരില്ലേ? അതുവരെ മിടുക്കനായിരിക്കണം കേട്ടോ. കരയല്ലേ? ബാഹ്യമൂടികൾ അഴിച്ചുവെച്ച് ആന്തരിക സൗന്ദര്യം ധരിച്ച കുറേ പേർ. ഞാനും അവരിൽ ഒരാളായി. വിശുദ്ധ ജീവിതം നയിച്ച ബ്രദർ ഫോർത്തുനാത്തോസിനോടൊപ്പം സെന്റ് ജോൺ ഓഫ് ഗോഡ് സഭയുടെ കേരള വിഭാഗം കെട്ടിപ്പടുത്ത ബ്രദർ അൽഫോൻസിന്റെ ക്ലാസ്. ഇവിടെ വെച്ചാണ് സെന്റ് ജോൺ ഓഫ് ഗോഡിനെ കുറിച്ചും ബ്രദർ ഫോർത്തുനാത്തസിനെ കുറിച്ചും കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. The city adorned with pine and olive trees. On a winter evening in January 1539, the natives gathered at the cathedral to celebrate the feast of Saint Sebastian. Father John Avila addressed the gathering at the church. John, a bookseller, was listening carefully to the words of Father John. When the speech was over, he prayed to the Lord for his mercy. John rolled on the ground, calling out the Lord's name. The people gathered to witness this sight. They thought John had turned insane and took him to an asylum called Royal Hospital. He was locked in a small room, and after 3 days, they started treatment. He was stripped of his clothes and they chained his hands and legs. They made him lie on the floor and whipped him. John suffered the pain in silence. He believed that he deserved the punishment for all the sins he had committed. This experience at the hospital was a turning point in John's life. Soon after he left the asylum, he took up a mission. John walked the streets and took home the sick and tired people to take care of them. Once, John was on his way back from a journey. He was passing by Royal Hospital, the asylum where he had been treated. Suddenly, he saw smoke and flames rising from the building, and he rushed inside. The building was on fire, and the patients were crying out in fear. Without further thought, he took to action and rescued all of them miraculously. John came to be known as Saint John of God, and he became the model for anyone who wished to lead a life of service. Saint John of God was the first person who came up with the idea that each disease should be treated separately. He was later named the patron saint of hospitals, the sick and the nurses. After his death, his followers formed an order called the Brothers of Saint John of God.
1969 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ബ്രദർ ഫോർത്തുനാത്തൂസ് കട്ടപ്പനയിലെത്തി. ലോകമഹായുദ്ധത്തിൻ്റെ അനുഭവങ്ങളും പാവങ്ങളോടുള്ള കരുണയും ആ മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നു. നിരന്തരമായ പ്രാർത്ഥനയും അലച്ചിലുമായിരുന്നു ആ ജീവിതം. ദാരിദ്ര്യവും രോഗങ്ങളും കട്ടപ്പന ഗ്രാമവാസികളെ വല്ലാതെ ക്ലേശിപ്പിച്ചിരുന്നു. കട്ടപ്പനയോടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ച് അവിടെ ജീവിക്കുന്ന പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ പങ്കാളിയായി. കട്ടപ്പനയിലെ കുമ്പുക്കൽ എന്ന സ്ഥലത്ത് ആദ്യമായി ഒരു ഡിസ്പെൻസറി സ്ഥാപിച്ചുകൊണ്ട് മഹത്തായ പ്രേക്ഷിത ദൗത്യത്തിന് ഫോർത്തുനാത്തൂസ് തുടക്കം കുറിച്ചു. ഉള്ളിൽ വിശുദ്ധിയുടെ തീനാളവുമായി സഞ്ചരിച്ച ബ്രദർ സാധുക്കളെ പരിപാലിക്കുന്നതിൽ ദത്തശ്രദ്ധനായി. ആരോരുമില്ലാതെ അലഞ്ഞു നടക്കുന്ന അശരണരെ പാർപ്പിക്കുവാനും സംരക്ഷിക്കുവാനും അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ പരിചയപ്പെട്ട ആളാണ് കുഞ്ഞച്ചൻ. ബുദ്ധിമാന്ദ്യം ബാധിച്ച ആ മനുഷ്യൻ ഫോർത്തുനാത്തൂസിന്റെ ജീവിതത്തിൽ ശ്രദ്ധേയ വ്യക്തിത്വമായി തീർന്നു. Fortunatus has guided and led us the right and proper way, a way of inculturation, adaptation to India, its lifestyle and its culture. പൂർണ്ണമായിട്ട് രോഗി ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സന്യാസ സഭ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഞങ്ങളെല്ലാം അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് വെല്ലിച്ചൻ എന്നാണ്. ഈ പ്രദേശ നിവാസികൾ, ഹൈറേഞ്ചിലെ പ്രദേശ നിവാസികളുടെ എല്ലാം വെല്ലിച്ചനാണത്. അദ്ദേഹം ഒരു വിശുദ്ധനായി തീരുമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഉറച്ച വിശ്വാസം. ഞാൻ എൻ്റെ അപ്പനെ പോലെ ബഹുമാനിച്ച് 40 വർഷം അച്ഛൻ്റെ കൂടെ തന്നെ ജീവിച്ചു. അദ്ദേഹത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത് വിനയത്തിൻ്റെ മാതൃകയിൽ കൂടിയാണ്. അങ്ങനെ അശരണരെ സഹായിക്കാൻ ഒരു സ്ഥാപനം ആവശ്യമായി വന്നപ്പോഴാണ് പ്രതീക്ഷാഭവൻ ആരംഭിച്ചത്. പ്രതീക്ഷാഭവനിൽ അന്തേവാസികളായി സ്ത്രീകൾ കടന്നു വന്നപ്പോൾ അവരെ സംരക്ഷിക്കാനും പരിചരിക്കാനുമായി സിസ്റ്റേഴ്സിൻ്റെ സേവനം ആവശ്യമായി വന്നു. സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോൺ ഓഫ് ഗോഡ് എന്ന സന്യാസിനി സമൂഹം ആരംഭിക്കാൻ ഔദ്യോഗിക അംഗീകാരം നേടിയ ബ്രദർ ഫോർത്തുനാത്തൂസ് ബ്രദർ പ്രകാശ് മാടപ്പള്ളിയുമായി ചേർന്ന് അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അക്കാലത്ത് ബ്രദേഴ്സിൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടർക്ക് ചില പെൺകുട്ടികളിൽ നിന്ന് എഴുത്ത് കിട്ടി. അതിൽ ഈ ബ്രദേഴ്സിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ അവർക്കും ചെയ്യാനാകുമോ, അവർക്ക് അതിന് പറ്റിയ സമൂഹമുണ്ടോ എന്ന് തിരക്കിക്കൊണ്ട് ആണ് അവർ എഴുതിയത്. അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു അടയാളമായി ബ്രദർ ഫോർത്തുനാത്തൂസ് മനസ്സിലാക്കി. 8 പെൺകുട്ടികൾ ആദ്യം അർത്തിനികളായി ചേർന്നു. സിസ്റ്റർ ബൊറോമിയായിരുന്നു ആദ്യ മദർ സുപ്പീരിയർ. സിസ്റ്ററിനെ ഞങ്ങളോട് സഹകരിച്ച് അവരെ നോക്കാവോ, ഞങ്ങൾ പ്രദേശമല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ സിസ്റ്റർ സമ്മതിച്ചാൽ മതി, ഞാൻ സുപ്പീരിയേഴ്സിനോട് അനുവാദം മേടിക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് സുപ്പീരിയറിനോട് ഒരു അനുവാദം ചോദിക്കുകയും ഞാനും പിന്നെ സുപ്പീരിയേഴ്സിനോട് അനുവാദം ചോദിക്കുകയും അതിൻ്റെ പ്രകാരം ജനറാളമ്മോ ഒരു കൊല്ലത്തേക്ക് എനിക്ക് സിസ്റ്റേഴ്സിൻ്റെ സമൂഹം തുടങ്ങാനായിട്ട് അവിടെ കൂടി ആയിരിക്കാനായിട്ട് അനുവാദം തരികയും ചെയ്തു. അങ്ങനെ 1977 സെപ്റ്റംബർ 8 സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് ജോൺ ഓഫ് ഗോഡ് എന്ന സമൂഹം ആരംഭിച്ചു. ആദ്യം അംഗങ്ങളായി ചേർന്ന സിസ്റ്റർ ലിയ, ആനീസ്, മെറീന, ലിസ എന്നിവരെന്ന് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് ജോൺ ഓഫ് ഗോഡ് സന്യാസിനി സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സമ്പൂർണ്ണ സമർപ്പിതരാണ്. ആത്മസമർപ്പിതരായ സിസ്റ്റേഴ്സിൻ്റെയും ബ്രദർ ഫോർത്തുനാത്തൂസ്
ബ്രദർ പ്രകാശ് മാടപ്പള്ളി, ബ്രദർ അൽഫോൻസ് എന്നിവരുടെയും നിസ്വാർത്ഥമായ പരിശ്രമങ്ങളുടെ ഫലമായി ഈ സന്യാസിനി സമൂഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പടർന്നു പന്തലിച്ചു. അതിന് സമാന്തരമായി കട്ടപ്പനയിൽ സെൻറ് ജോൺസ് ഹോസ്പിറ്റലും പ്രതീക്ഷാഭവനും അഗതികളുടെ ആശ്രയസ്ഥാനമെന്നോണം ഉയർന്നു വന്നു. ആരാണോ സഹായം കാംക്ഷിക്കുന്നത് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതായിരുന്നു ഈ സന്യാസിനി സമൂഹം ലക്ഷ്യം വെച്ചത്.